പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിലെ 16-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: സായാഹ്നമായപ്പോൾ അവർ അനേകം പിശാചു ബാധിതരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈശോ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. വചനത്തിന് ശക്തിയുണ്ട്. വചനം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുധമാണ്. അത് വിശ്വാസത്തോടെ നാം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി പുറപ്പെടുകയും അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വചനം നമുക്ക് ആയുധമാക്കി ഉപയോഗിക്കാം. വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രലോഭനങ്ങളിലായിരിക്കുമ്പോൾ, ദുർവിചാരങ്ങൾ, ദുഷ്ചിന്തകൾ, നിരാശകൾ, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൂടെ അല്ലെങ്കിൽ അന്ധകാര ശക്തികളുടെ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം വായിക്കുക, ബൈബിൾ എടുക്കുക, ഉറക്ക ദൈവവചനം വായിക്കുക. അതിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഈ അന്ധകാര ശക്തികളെ നിർവീര്യമാക്കുകയും നമുക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളുടെ കാര്യത്തിൽ, എന്തെങ്കിലും കാര്യത്തിൽ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഈ അവസരത്തിലെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തി അറിഞ്ഞ് ഒരായുധമാക്കി വിശ്വാസത്തോടെ നാം ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് വിടുതലിന് കാരണമാകും, സൗഖ്യത്തിന് കാരണമാകും. കാരണം ദൈവവചനം ദൈവമാണ്, ദൈവത്തിന് ശക്തിയുണ്ട്. അതിൽ നമുക്ക് വിശ്വാസം വേണം. ഈ വിശ്വാസമുണ്ടെങ്കിൽ പിശാചിൻ്റെ എല്ലാ കുതന്ത്രങ്ങളെയും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവവചനം ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും നമുക്ക് സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. അതിനാൽ നമുക്കെല്ലാവർക്കും നമുക്ക് കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ എല്ലാം ദൈവവചനം ഒരായുധമാക്കി എടുക്കാൻ ദൈവത്തിൻ്റെ കൃപ, വിശ്വാസത്തിൻ്റെ കൃപ നമ്മളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, വിശ്വാസത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൻ്റെ ശക്തി അറിഞ്ഞ് ദൈവവചനം ഞങ്ങളുടെ ആയുധമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വചനശക്തി എന്ന പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ പറയുക. അങ്ങനെ സുവിശേഷ വേലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.